ഹലോ ഫ്രണ്ട്സ്, അനുജു വനസ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മെട്രോയും വാട്ടർ മെട്രോയും ഒന്ന് ഒരുമിച്ച് കണ്ടാലോ? അപ്പം നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയുണ്ടെന്ന്. നമ്മളങ്ങനെ ഇവിടുന്ന് യാത്ര തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ മെട്രോയിൽ കയറുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, ടിക്കറ്റ് എടുത്തതിന് ശേഷം ഏതോ റൂട്ടൊക്കെ പോകണമെന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവും കേട്ടോ. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു അങ്ങനത്തെ കൺഫ്യൂഷൻ. നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കുക, ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഏത് ഭാഗത്തോട്ടാണോ പോകേണ്ടത് ആ ടെർമിനൽ നോക്കി വേണം കേട്ടോ. തൃപ്പൂണിത്തുറ ഭാഗത്തേക്കും ആലുവ ഭാഗത്തേക്കും അങ്ങനെ ടെർമിനലുണ്ട്. അപ്പോൾ അത് നോക്കി വേണം നമ്മൾ കയറാൻ കേട്ടോ. അപ്പോൾ അതായത് മെട്രോ വരുന്നത് കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ടല്ലേ. ജുവാണ് ആകെ എക്സൈറ്റഡ് ആണ് കേട്ടോ ഇത് കണ്ടിട്ട്. അപ്പോൾ സ്കാൻ ചെയ്യുന്നത് അവിടെ നമ്മൾ ആ ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും നമുക്ക് ആ ടിക്കറ്റ് ആവശ്യമുണ്ട്. സ്കാൻ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതേ ജോക്കൂട്ടരും ഞങ്ങളങ്ങനെ അടിപൊളിയായിട്ടൊക്കെ മെട്രോയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറിയപ്പോൾ എന്തൊരാശ്വാസം ഉണ്ടെന്ന് അറിയാമോ, നല്ല AC ഇട്ട് നല്ല കുളിർമയിൽ ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജുവയ്ക്ക് കയറിയപ്പോൾ മുതൽ തുടങ്ങി അടുത്ത സ്റ്റേഷനാണോ നമ്മുടെ എന്ന് ചോദിച്ച് ഭയങ്കര ഡൗട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ജുവ ചോദിച്ചു കേട്ടോ, ഇത് വന്ദേ ഭാരതാണോ എന്ന്. അപ്പോൾ ചേട്ടായി പറഞ്ഞു കൊടുത്തു, വന്ദേ ഭാരതല്ല, മെട്രോ ട്രെയിനാണ്. അപ്പോൾ അത് ഈ എറണാകുളത്ത് ടൗണിൽ ജോലി ചെയ്യുന്നവർക്ക് അത് ഭയങ്കര ഒരു ഉപകാരമായിട്ടോ എന്തായാലും മെട്രോ ട്രെയിൻ. കാരണം നമുക്ക് അതിൽ നിന്ന് കയറിയപ്പോൾ നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ്. എന്തോരം പേരാണെന്നറിയാമോ ജോലി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അത് കയറുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ MG സ്റ്റേഷനിൽ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളങ്ങനെ മറൈൻ ഡ്രൈവിലേക്ക് പോവുകയാണ് കേട്ടോ. ജോക്കൂട്ടൻ നല്ല വെയിലാണ്, ജോക്കൂട്ടൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്തത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വാട്ടർ മെട്രോയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റിക്ഷയിൽ കയറി, അവിടെ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് റിക്ഷയിൽ കയറി നമ്മളങ്ങനെ മറൈൻ ഡ്രൈവിലേക്ക് പോവുകയാണ്. അപ്പോൾ മറൈൻ ഡ്രൈവിൽ അവിടെ ഹൈക്കോടതി ജംഗ്ഷൻ അവിടെയാണ് കേട്ടോ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറുന്നത്. അപ്പോൾ ഈ ഇഷ്ടംപോലെ ബോട്ടുകളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അവർ നമ്മളെ ക്യാൻവാസ് ചെയ്യുവാണ്. 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ അതിൽ കയറ്റി അതിൽ പാട്ട് ഒക്കെ വെച്ച് നല്ല DJ ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അവർ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ. 1 മണിക്കൂറാന്ന് തോന്നുന്നു അവർ. നമ്മളത് കേൾക്കാൻ നിന്നില്ല. നമ്മൾ ഈ വാട്ടർ മെട്രോ ലക്ഷ്യം വെച്ച് വന്നതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ വാട്ടർ മെട്രോയുടെ ആ സെയിം തന്നെ പ്രൊസീജിയറാണ് കേട്ടോ. വാട്ടർ മെട്രോയിലും നമ്മളവിടെ കയറി ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു കാർഡ്, മെട്രോയിൽ നമുക്ക് 3 പേർക്കും 3 ഇതായിരുന്നു ടിക്കറ്റായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒറ്റ ATM കാർഡ് പോലെ ഒറ്റ കാർഡാണ് കേട്ടോ. അപ്പോൾ ആ കാർഡ് തന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് കയറുന്നത്. ഇതും ഫുൾ AC ആണ് കേട്ടോ. അതുപോലെ മറ്റേ മെട്രോയും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതേ വാട്ടർ മെട്രോയിലും നല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് നമ്മളങ്ങനെ, എനിക്ക് കടൽ പേടിയാണ്, പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ ഇത് ഫുൾ AC ആയി ഇങ്ങനെ ഗ്ലാസ് ഇട്ടേക്കുന്നതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ലാതെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ജുവയാണെന്നുണ്ടെങ്കിൽ ജുവയ്ക്ക് സൈഡ് സീറ്റ് കിട്ടി. അപ്പം നമ്മൾ വീഡിയോ പിടിക്കുന്നത് കണ്ടുകൊണ്ട് ആ സൈഡ് സീറ്റ് ഇരുന്ന കൊച്ച് നമുക്ക് മാറി തന്നു കേട്ടോ. വീഡിയോ പിടിക്കാൻ വേണ്ടി മാറി തന്നു. അപ്പോൾ ജുവ അതുകൊണ്ട് ജുവയ്ക്ക് സൈഡ് സീറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ യാത്ര തുടരുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ ഫോർട്ട് കൊച്ചി ലക്ഷ്യമാക്കിയാണ് കേട്ടോ നമ്മുടെ യാത്ര. നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഫോർട്ട് കൊച്ചി വൈപ്പിനുമാണ് കേട്ടോ. നമുക്ക് ഫോർട്ട് കൊച്ചിക്ക് 50 രൂപയും വൈപ്പിന് 40 രൂപ അങ്ങനെയാണ് നമുക്ക് ടിക്കറ്റ്. നമ്മൾ ഫോർട്ട് കൊച്ചിക്കാണ് എടുത്തത്. നമ്മൾ ഫോർട്ട് കൊച്ചി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഫോർട്ട് കൊച്ചിക്ക് പോവുകയാണ്. കേൾക്കുന്നത് നാളെ കിടത്തരുത്, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ. അപ്പോൾ ചുറ്റും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ പുറകിൽ കണ്ടോ നിങ്ങൾ? അതിന് ചുറ്റും അവിടെ ചുറ്റും ഇങ്ങനെ ബോട്ടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിനോദസഞ്ചാരികളെയും കൊണ്ട് ഇങ്ങനെ ബോട്ടുകൾ ഇങ്ങനെ ചെന്നം ഭിന്നം പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതേ കപ്പൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തിരി തൊട്ടടുത്ത് കപ്പൽ കാണുന്നത് ആദ്യമാണ് കേട്ടോ. തുറമുഖം കണ്ടു, കപ്പൽ കണ്ടു. നമ്മൾ ഈ ഇടുക്കി ജില്ലയിൽ കടലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ വന്നാണ് കേട്ടോ കടൽ കാണുന്നത്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഇല്ലാത്തൊരു സംഭവമാണ് കടലും എയർപോർട്ടും. അപ്പോൾ നമ്മളങ്ങനെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ വാട്ടർ മെട്രോ ഇങ്ങനെ ഫോർട്ട് കൊച്ചി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ ഒരുപാട് കപ്പലുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റി കപ്പലുകളൊക്കെ. ജോക്കുട്ടൻ അങ്ങനെ എന്തായാലും അടിപൊളിയായിട്ടിരിക്കുന്നു. ജോക്കുട്ടൻ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. അവൻ നല്ല അടിപൊളിയായിട്ടിരുന്നു. അവനെ കൊണ്ട് യാത്ര ചെയ്യാനൊന്നും അങ്ങനെ കുഴപ്പമില്ല. ഞങ്ങൾക്ക് ആദ്യം പേടിയായിരുന്നു അവനെ കൊണ്ട് യാത്ര ചെയ്യാൻ. പക്ഷേ അവൻ നമ്മളോട് സഹകരിക്കുന്ന കുഞ്ഞായതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുകയാണ് കേട്ടോ. ജുവ അതേ കടലിലേക്ക് നോക്കി മീൻ പൊങ്ങുന്നുണ്ടോ നോക്കി ജുവ ഇങ്ങനെ കടലിലേക്ക് നോക്കിയിരിക്കുന്നു. ജോക്കുട്ടത്തെ അടിപൊളിയായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് അവൻ അതിൻ്റെ ഇറിറ്റേഷനുണ്ട്. അങ്ങനെ എന്നാലും കുഴപ്പമൊന്നുമില്ല, അവൻ ഞങ്ങളോട് സഹകരിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ് ഫോർട്ട് കൊച്ചി ലക്ഷ്യമാക്കി. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാവരും പതിയെ വാട്ടർ മെട്രോയിൽ നിന്ന് ഇറങ്ങുന്നു. നമ്മൾ ഒട്ടും തിരക്ക് കൂട്ടാതെ നമ്മളങ്ങനെ പുറകിൽ നിന്ന് നിൽക്കുകയാണ് കേട്ടോ. തിരക്കിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മുടെ ലക്ഷ്യം ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചി അവിടെ എന്തൊക്കെയാണെന്ന് അറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളതെന്ന് പോയി നോക്കാം അല്ലേ. ഈ ഫോർട്ട് കൊച്ചി പണ്ട് ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും അധീനതയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അവശേഷിപ്പിച്ചു പോയ ഒരുപാട് പുരാവസ്തുക്കൾ സംഭവങ്ങളൊക്കെ അവിടെ നമുക്ക് വഴി സൈഡിൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഈ കടൽ തീരത്ത് തണുപ്പ് കാലത്ത് ചൂട് കൊള്ളാനുള്ള ചൂളകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ നമുക്കവിടെ സൈഡിൽ കൂടെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെ രണ്ട് സൈഡും ഫുള്ള് ഈ കടകളാണ്, നമ്മുടെ സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് കേട്ടോ. അപ്പോൾ ഇത് ചീനിവല ഇട്ടേക്കുന്നതാണിത്. പിന്നെ ഈ ഒരു ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയൊക്കെ ശവകുടീരങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. നമ്മൾ ഒരുപാട് അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളങ്ങനെ അങ്ങ് പോയില്ല. ഒരുപാട് പുരാതന പള്ളികളും ഒക്കെ ഉണ്ട്, നമ്മളങ്ങനെ അങ്ങ് പോയില്ല കേട്ടോ. നമ്മൾ ഇതിലൂടെ നമ്മൾ ഇത് ജുവ ആണെങ്കിൽ കടൽ തീരത്തൊന്ന് ഇറങ്ങാമെന്ന് കരുതി ഇങ്ങനെ പോവുകയാണ്. എനിക്കും ജോക്കൂട്ടിനും പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയില്ല കേട്ടോ.
അവിടെ നിന്നാ ഇവിടെ എഴുതി വയ്ക്കും. ഇവിടെ എഴുതി ജുവാനാന്ന് എഴുതി. ഇവിടെ എഴുതി ജുവാനാന്ന്. അപ്പൊ അന്നേരം അവിടെ വന്ന് വാങ്ങിക്കും. ഇപ്പം മോളും കൂടെ കടൽ തീരത്ത് പോയി ഇറങ്ങി പേരെഴുതുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. ഞങ്ങൾ ആ ഭാഗത്തോട്ട് പോയില്ല. ഭയങ്കര വെയിലാണ് കേട്ടോ. അവന് ജോക്കൂട്ടനും വെയിലടിക്കുന്നതുകൊണ്ട് അവന് ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അപ്പം മോളും പോയി ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയും വീഡിയോ ഒക്കെ എടുക്കുകയും ചെയ്തു കേട്ടോ. ജുവയാണെന്നുണ്ടെങ്കിൽ ജുവാനാന്ന് പേരൊക്കെ എഴുതി മായ്ച്ചു കളിയില്ല എന്ന് പറഞ്ഞ് തിര വന്ന് മായ്ച്ചു കളിയില്ല എന്ന് പറഞ്ഞ് ജുവാനാന്ന് പറഞ്ഞ് പേരൊക്കെ എഴുതുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നിട്ട് ജുവ എന്തൊക്കെയോ പറയുന്നുണ്ട്, എൻ്റെ മായ്ച്ചു കളഞ്ഞില്ലാന്നോ അതാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മളിങ്ങ് പോന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. അതേ ആകാശത്തേക്ക് കൂടി വലിയൊരു പരുന്ത് പറക്കുന്ന പോലെ നമുക്ക് തോന്നി. നമുക്ക് ആദ്യം അത് പരുന്തായിട്ട് തോന്നുമെങ്കിൽ അതൊരു വലിയ വട്ടമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് വലിയതുകൊണ്ട് ചെറുതുകൊണ്ട്. വലിയതിന് 180 രൂപയും ചെറുതിന് 140 രൂപയാണ്. ചേട്ടായി അത് പേശി വലിയത് 140 രൂപയ്ക്ക് മേടിച്ച് രണ്ടുപേരും കൂടെ പോയത് മേടിക്കുവാണ് കേട്ടോ. അത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനമാണെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ മേടിച്ചത്. കാരണം അത് അതിൻ്റെ ഇതൊക്കെ കുടയുടെ ശീല കൊണ്ടുണ്ടാക്കിയതാണ്. നല്ല ക്വാളിറ്റി ആണെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിച്ചത്. ജുവേനെ അവിടെ നിന്ന് വിടർത്തി കാണിക്കുന്നുണ്ട് ആ ചേട്ടൻ. അപ്പോൾ ആ കളറ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞ ശേഷം അവൾ കളറ് കണ്ടു കഴിഞ്ഞപ്പോൾ വേറൊരു കളറ് തരാൻ പറഞ്ഞ് വേറെ കളറ് മേടിച്ചു കേട്ടോ. നമ്മൾ മേടിച്ചേക്കുന്നത് വേറെ കളറാണേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ വലിയതാണ് കേട്ടോ. നമ്മളതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു പാർപ്പുറത്ത് പോയിട്ട് നമുക്ക് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇടണം. കണ്ടോ അത് പറന്നു പോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ശരിക്കും ഒരു വലിയ പരുന്ത് പറക്കുന്നുണ്ട്. അത് ഒറിജിനൽ പരുന്താണ് കേട്ടോ. പക്ഷേ നമുക്ക് ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ പരുന്ത് പറക്കുന്നതെന്ന് തന്നെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇടുന്നത് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. കണ്ടോ കളറ് മാറ്റി മേടിച്ചത് കണ്ടോ. അപ്പോൾ അത് കഴിഞ്ഞത് അവിടെ നിന്ന് പോകുന്നത് കഴിഞ്ഞ് ഇപ്പം ചുവയ്ക്ക് ഈ നമ്മുടെ ഇടിയപ്പം അത് തന്നെ ഇടിയപ്പത്തിൻ്റെ ഒരു അച്ച് കെട്ടു കേട്ടോ. അത് നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടി. സംഭവം അതിനകത്ത് ഒരുപാട് അച്ചുകളുണ്ട്. അപ്പോൾ അത് മാവ് അതിനകത്ത് ഇട്ട് നല്ല വെറൈറ്റി രീതിയിൽ പുള്ളി ഉണ്ടാക്കുന്ന കാണുമ്പോൾ നല്ല രസം തോന്നി കേട്ടോ. അവിടെ ഉണ്ടാക്കി വെച്ച് നമ്മളെ കാണിച്ചു തന്നു. പല രീതിയിലും ഉണ്ടാക്കി നമ്മളെ കാണിച്ചു തന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ജുവയ്ക്ക് വേണമെന്ന് തോന്നി. ഒരെണ്ണം ജുവയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. എന്തെങ്കിലും ആട്ടെ എന്ന് കരുതി ജുവയ്ക്ക് ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. കണ്ടോ വെറൈറ്റി രീതിയിൽ പുള്ളി ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടോ. എത്രയോ 15ഓളം അച്ചുകളുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും അവിടുന്ന് യാത്ര തുടർന്ന് ഇങ്ങനെ കടൽ കണ്ട് നടക്കുകയാണ്. ഞാനും ജോക്കൂട്ടനും അവിടെ ഒരു സൈഡായി കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ റിട്ടേൺ യാത്ര തുടരുകയാണ് കേട്ടോ. അവിടെ ചേട്ടാ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. അതേ അവിടെ ഫോട്ടോ വെച്ച് ടിക്കറ്റിൻ്റെ അതെല്ലാം ആണ് എഴുതി വെച്ചേക്കുന്നത്. റേറ്റൊക്കെ ആട്ടോ എഴുതി വെച്ചേക്കുന്നത്. കണ്ടോ ആ കാർഡ് കണ്ടോ ജുവ കാണിച്ചു തന്നെ. ആ കാർഡാണ് നമ്മളവിടെ സ്കാൻ ചെയ്യുന്നത്. അത് അവിടെ സ്കാൻ ചെയ്തിട്ട് അവിടെ അന്നേരം സ്കാൻ ചെയ്താലാണ് അവിടെ ഇരിക്കുന്ന സാധനം മാറ്റി തരുള്ളൂ. കണ്ടോ അത്ര ടെക്നോളജിയിലാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ആ സ്കാൻ ചെയ്താലാണ് ആ സംഭവം മാറുള്ളൂ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മളിതിൻ്റെ മറൈൻ ഡ്രൈവ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഒരു ഈവനിങ് വാക്ക് നടത്താമെന്ന് വെച്ചു മറൈൻ ഡ്രൈവിൽ കൂടെ. ജുവയുടെ പോക്ക് കേട്ടോ. കഴുത്തേൽ തൊപ്പി
പുറകിൽ ബാഗ് ജുവയുടെ പോക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ജോക്കുട്ടൻ ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോഴത്തേനും നല്ല വെയിലൊക്കെ ആയിരുന്നു, അവന് ക്ഷീണമായി. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൽ തിരിച്ചെത്തി കേട്ടോ. നമ്മളൊട്ടും തിരക്കില്ലാതെ അങ്ങോട്ട് പോയപ്പോൾ പോലെ തന്നെ ഒട്ടും തിരക്കില്ലാതെ നമ്മൾ പുറകിലങ്ങ് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ യാത്ര നല്ല അടിപൊളിയായിരുന്നു, നമുക്കൊന്നും പറയാനില്ല. ഇത് അവർ ലൈഫ് ജാക്കറ്റൊക്കെ ധരിക്കുന്നതിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസാണ് കേട്ടോ ഇവിടെ ആ സ്ക്രീനിൽ നൽകുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി മറൈൻ ഡ്രൈവ് ലക്ഷ്യമാക്കി നമ്മളങ്ങനെ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ വന്നോടത്ത് തന്നെ നമ്മൾ തിരിച്ചു വന്നു. ഹൈക്കോടതി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങുകയാണ്. അങ്ങനെ ഇനി നമ്മുടെ ലക്ഷ്യം മറൈൻ ഡ്രൈവാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരുപാട് നേരമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് അതിലൂടെ ഒന്ന് നടന്നു തിരിച്ചു പോരുക, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറാൻ വേണ്ടി വന്ന ടിക്കറ്റ് എടുക്കുവാണ് കേട്ടോ. ജുവയുടെ തലയിലിരിക്കുന്നത് കണ്ടോ, ലൈറ്റ് തൊപ്പി മൊയിലിൻ്റെ ചെവി പോലെ. നമ്മളങ്ങനെ അവിടുന്ന് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, ലൈറ്റൊക്കെ പിന്നെ തെളിയുവേ. അവിടുന്ന് മറൈൻ ഡ്രൈവ് അവിടുന്ന് മേടിച്ചതാണ്, ഫോട്ടോ കൊച്ചിയിൽ നിന്ന് മേടിച്ചതാണ്. അങ്ങനെ നമ്മളവിടുന്ന് ടിക്കറ്റ് എടുത്തു. നമ്മളങ്ങനെ മെട്രോയിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് ആലുവ ഭാഗത്തേക്കുള്ള ടെർമിനൽ അങ്ങോട്ട് പോകണം. നമ്മളങ്ങനെ സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുത്ത് നമ്മളവിടുന്ന് സ്കാൻ ചെയ്ത്, പിന്നെ അവിടെ ബാഗൊക്കെ നമുക്ക് സ്കാനറിൽ വെക്കാം കേട്ടോ. അവിടുന്ന് അത് ജുവ വെച്ചിട്ട് കണ്ടോ, ബാഗൊക്കെ നമുക്ക് സ്കാനറിൽ വെച്ചിട്ട് എടുക്കാം. അങ്ങനെ നമ്മളവിടുന്ന് സ്കാൻ ചെയ്ത് നമ്മളങ്ങനെ മെട്രോയിൽ കയറാൻ പോവുകയാണ്. ജുവയ്ക്ക് എല്ലാം ചിരപരിചിതമായി കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ആകെ കൺഫ്യൂഷനായിരുന്നു. തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ജുവ നല്ലത് എക്സ്പീരിയൻസ്ഡായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. സ്കാൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുന്നത്. നമ്മളത് സ്കാൻ ചെയ്താലാണ് അത് ഓപ്പൺ ആക്കത്തുള്ളൂ, എന്നാലും നമുക്ക് പോകുന്നത്. ഇപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാൻ പറ്റാട്ടോ. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഓപ്പൺ ആയില്ല. അതാണ് ജുവ ആകെ ടെൻഷൻ അടിച്ച് നിന്ന് പോയി. ഞാനും ജോക്കൂട്ടനും വരാതെ വരുന്നപ്പം അങ്ങനെ ഞങ്ങൾ എസ്കലേറ്റർ വഴി ഞങ്ങളങ്ങനെ മെട്രോയിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ജുവയാണ് ഞങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നത്. ജുവയ്ക്ക് ഒരു പേടിയില്ല കേട്ടോ, അതേ ചാടി കയറിയേക്കുന്നത് കണ്ടോ, ഒരു പേടിയില്ല എസ്കലേറ്ററിലൊന്നും കയറാൻ. സാധാരണ എല്ലാവർക്കും എനിക്ക് വരെ ആദ്യമൊക്കെ എനിക്ക് വരെ കയറാൻ പേടിയായിരുന്നു, പക്ഷെ ജുവയ്ക്കൊരു പേടിയില്ല, കൂളായിട്ട് പോയി ചാടി കയറി കേട്ടോ. അപ്പോൾ നമുക്ക് ആലുവ ടു MG സ്റ്റേഷൻ നമുക്ക് ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ചാർജ്. അപ്പോൾ നമ്മൾ വണ്ടി ആലുവയിലാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ഈ മെട്രോയിൽ കയറി നേരെ ആലുവയ്ക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ മെട്രോ വന്നു. അപ്പോൾ നമ്മൾ തിരികെ ആലുവയിലേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.